ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു ചില്ലി ബീഫാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ചില്ലി ബീഫ് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചില്ലി ബീഫ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 സവാള, ഒരു ക്യാപ്സിക്കം കുറച്ചുകൂടി ഉണ്ട്, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, കുറച്ച് സെലറി, ഒരു 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇത്രയും നമുക്ക് വേണം. നമ്മൾ എടുത്തേക്കണത് 1 കിലോ ബീഫാണ്. അത് ചെറിയ പീസാക്കി നമ്മളിവിടെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മസാല കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുക്കറിലൊന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് വേവിക്കാൻ വേണ്ടി സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. ആ സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട ക്യാപ്സിക്കും സവാളയൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഒത്തിരി ചെറുതാക്കി കട്ട് ചെയ്യരുത്, ഒരു 1/2 ഇഞ്ച് സ്ക്വയറിലായിട്ട് നമ്മൾ കട്ട് ചെയ്താൽ മതി. ഇതേ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ നമ്മുടെ സവാളയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി ചെറുതാക്കിയൊന്നും കട്ട് ചെയ്യരുത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്പ്രിംഗ് ഓണിയനും അതുപോലെ തന്നെ സെലറിയും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി 2-3 പച്ചമുളക് കൂടിയുണ്ട്, അതും കൂടി നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. കൂടെ നമുക്ക് ക്യാപ്സിക്കവും അതുപോലെ തന്നെ സെലറിയും കൂടി നമുക്ക് വഴറ്റിയെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സവാളയിലേക്കും ക്യാപ്സിക്കത്തിലേക്കും ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സവാളയും ക്യാപ്സിക്കവും അതുപോലെ സെലറി നമ്മൾ ഇത്രയും വഴണ്ട് കിട്ടിയാൽ മതി. അത് നമുക്ക് കോരി മാറ്റാം. എന്നിട്ട് ഈ പാനിൽ തന്നെ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. ഈ സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒത്തിരി മസാലയൊന്നും ചേർക്കാനില്ല. 1 സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് നിർബന്ധമില്ല, മഞ്ഞൾപ്പൊടി ചേർക്കണം നിർബന്ധമില്ല. ഞാനിപ്പോൾ 1/4 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ നമുക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഈ ബീഫ് ശരിക്കും നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിതിൽ ചേർക്കുന്നത് ചില്ലി ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, അത് ഞാനൊരു സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മതി. ഇത് ഇട്ടില്ലെങ്കിലും ടേസ്റ്റിനൊരു കുറവും സംഭവിക്കില്ല.
ഇത്രയും നമുക്ക് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിട്ട് 1 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ വഴറ്റി വെച്ചിരിക്കുന്ന സവാള, ക്യാപ്സിക്കം, സെലറി ഒക്കെ ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും തന്നെ ഒത്തിരി ഇങ്ങനെ വഴണ്ടി കിട്ടേണ്ട, ഒരു സോഫ്റ്റ് ആയി കിട്ടുന്ന വരെ മാത്രം നമ്മളിതൊക്കെ വഴറ്റിയാൽ ചെയ്താൽ മതി. ഇതിലേക്ക് നമുക്കിനി കുറച്ച് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് 1/4 സ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2 മിനിറ്റ് നമുക്കിത് വഴറ്റി ആ ഒരു സോസൊക്കെ ശരിക്കും ആ ബീഫിലേക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടുന്ന വിധത്തിൽ ആവുന്നവരെ ഒന്ന് 2-3 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ ബീഫ് വേവിച്ച ആ സൂപ്പ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഗ്രേവി അങ്ങനെ നമുക്കായി ഈ ബീഫിൻ്റെ ആ സൂപ്പ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി കിട്ടും. നമുക്ക് ഒത്തിരി നമ്മൾ ഈ ചില്ലി ബീഫൊക്കെ വയ്ക്കുമ്പോൾ ഒത്തിരി അങ്ങ് ഗ്രേവി വേണ്ടല്ലോ, വെറുതെ ഒന്ന് കുഴമ്പനായിരുന്നാൽ മാത്രം മതിയല്ലോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 സ്പൂൺ കോൺഫ്ലോർ ഒന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ ഗ്രേവിക്ക് ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്കിനി നമ്മുടെ ചില്ലി ബീഫിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഗ്രേവി ശരിക്കും ഇങ്ങനെ ഒരു കുറുകിയ രൂപത്തിലാവും. ഇതൊന്ന് ഇനി 1 മിനിറ്റ് തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് 1 മിനിറ്റും കൂടി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ടൈമിൽ നമ്മളിതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് നോക്കണം. കാരണം നമ്മൾ സോസുകളിലൊക്കെ നല്ലതുപോലെ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് തന്നെ അധികം ഉപ്പ് ചേർക്കേണ്ടതില്ല. നോക്കിയിട്ട് മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ആ ബീഫിലിട്ട ഉപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ക്യാപ്സിക്കം വഴറ്റിയപ്പോൾ ഒരല്പം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി ബീഫ് റെഡിയായി. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.